ബംഗാളിൻ്റെ ദുർദശ അവസാനിച്ചു, മമതയുടെ ദുർഭരണവും തീർന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹം ശശിധർ അധികാരി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. കോൺഗ്രസ്സിൽ തുടങ്ങി TMCയിലെത്തി, ഇപ്പോൾ BJP നേതാവായിട്ട് വന്നാണല്ലോ. നന്ദിഗ്രാമിലെ മമത അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച് തോറ്റുപോയി. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഭവാനിപ്പൂരിലെ മമതയ്ക്കെതിരെ സുവേന്ദു അധികാരി അവിടെ പോയി മത്സരിച്ചു. അപ്പോൾ ഭവാനിപ്പൂരിലെ മമതയെ സുവേന്ദു അധികാരി തോൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ രാഷ്ട്രീയ നിരീക്ഷകരെ ആകെപ്പാടെ ഞെട്ടിച്ച ഒരു വിജയമാണ് സുവേന്ദു അധികാരി നേടിയത്. അപ്പോൾ എന്തായാലും ശരി, ബംഗാൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സുവേന്ദു അധികാരിയുമായിട്ട് ശ്രീ അജിത് ബണ്ണിയൂരിന് നേരിട്ട് പരിചയമുണ്ടോ? എങ്ങനെയാണ് സുവേന്ദു അധികാരിയെ താങ്കൾ വിലയിരുത്തുന്നത്? സുവേന്ദു അധികാരിയുടെ തുടക്കം അങ്ങോട്ട് ആയതേ ഉള്ളൂ, ഭരണം വിലയിരുത്താനുള്ള സമയം ആയില്ല. എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന നടപടികൾ എന്തെങ്കിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, സുവേന്ദു അധികാരി ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തും പോകാനൊരവസരം ഉണ്ടായിട്ടുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അധികാരി കുടുംബമാണ്. ഒരു പരമ്പരാഗതമായി ആ പ്രദേശത്ത് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിശിർ അധികാരി പാർലമെൻറ്റ് അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടുത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നു. അവരെല്ലാവരും രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്ന ആളാണ്. സുവേന്ദു അധികാരിയാകട്ടെ, അത് രാഷ്ട്രീയത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം പിന്നെ ക്രോണിക് ബാച്ചിലറാണ്. പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് നിൽക്കുന്ന ആളാണ്. നന്ദിഗ്രാമിലെ മമതയുടെ സമരത്തിൻ്റെ വിജയത്തിലും അവിടുത്തെ ഇലക്ഷനിലെ വിജയത്തിലും വളരെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. അവരുടെ പതനത്തിന് വഴിയൊരുക്കിയതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും ഈ ഭവാനിപ്പൂരിലും അദ്ദേഹം അവിടെ പോയി മത്സരിച്ചത് ഒരു വലിയ സൂചനയാണ് നൽകിയത്. അവരെവിടെ പോയാലും അവിടെ പോയി മത്സരിക്കുക, തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഭവാനിപ്പൂർ എന്ന് പറയുന്നത് മമതയുടെ സ്വന്തം സ്ഥലമാണ്, സ്വന്തം തട്ടകം. അവർ ജനിച്ചു വളർന്ന സ്ഥലം, കളിച്ചു വളർന്ന സ്ഥലം, പഠിച്ച സ്ഥലം. അപ്പോൾ അത്രയും സ്വാധീനമുള്ള സ്ഥലത്ത് പോലും അവിടെ പോയി തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ മമതാ ബാനർജിയെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നാണ്. അതുപോലൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ് സുവേന്ദു അധികാരിയും എന്ന് അദ്ദേഹം അതിലൂടെ തന്നെ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുള്ളത് വളരെ കർശനമായ തീരുമാനങ്ങൾ, വളരെ സുദൃഢമായ വിഷനും അതുപോലെ തന്നെ അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുമുള്ള ആളാണ്. ആ അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുൻപ് അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അത് തെളിയിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതുതന്നെയാണ് മമതയെ ഭയപ്പെടുത്തുന്നതും. മമതയുടെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും മമതയുടെ തന്ത്രങ്ങൾ മെനഞ്ഞ ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ നേരിടണം എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ ഒരു വളരെ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് സുവേന്ദു തിരഞ്ഞെടുപ്പിന് വരുന്നത് തന്നെ. നന്ദിഗ്രാമിൽ പോയി അവരെ തോൽപ്പിക്കുക എന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് അവർ ഭവാനിപ്പൂരിലേക്ക് പോയപ്പം അവിടെയും ചെന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായ മെസ്സേജാണ് കൊടുത്തത്. എൻ്റെ പോരാട്ടം മമതയുടെ ഭരണത്തിനോടുമാണ് എന്നുള്ളത് വളരെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്തു. അപ്പോൾ മമത പ്രതിനിധാനം ചെയ്യുന്ന അവിടുത്തെ ചില അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും ഉണ്ട്. അതിനോടുള്ള പോരാട്ടമാണ്. അത് വളരെ കൃത്യമായി അദ്ദേഹം 4-5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, അവിടുത്തെ ക്രമസമാധാന നില വീണ്ടെടുക്കുക. ഗുണ്ടാരാജ്, സിൻഡിക്കേറ്റ് രാജ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കട്ട്മണി തുടങ്ങിയിട്ടുള്ള പേരുകളിൽ അവിടെ അറിയപ്പെടുന്നത്. ആ സംവിധാനം നിലനിർത്തുക. ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ ന്യൂനപക്ഷ പ്രീണനം, ആ പ്രീണനത്തിലൂടെ വോട്ട് ബാങ്ക് ശേഖരിക്കുന്നത്, നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ച് അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നൊരു കാര്യം. അദ്ദേഹം ഏറ്റവും ആദ്യം മുതൽ പറഞ്ഞിരുന്നൊരു കാര്യം, ആ ബംഗാളിലെ സാധാരണ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് ഇളക്കിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്, ബംഗാളിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട റിസോഴ്സസ് നുഴഞ്ഞു കയറി വരുന്ന ബംഗാളികൾ കൊണ്ടുപോവുകയാണ്. അവർക്കുള്ള റേഷൻ, മറ്റാനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ളതെല്ലാം ബംഗാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് മുഴുവൻ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ആളുകൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. അത് തടഞ്ഞാൽ തന്നെ ബംഗാളിലെ ഇന്നത്തെ പ്രശ്നം, ദാരിദ്ര്യാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും. അറിയാം, ഒരു കാലത്ത് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്
ജോലി തേടി പോകുന്ന ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്ന് കൽക്കട്ടയായിരുന്നു. കൽക്കട്ട, ബോംബെ, ഡൽഹി ഇതായിരുന്നു. ഇവിടെ 10ാം ക്ലാസ്സും ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ചു കഴിഞ്ഞാൽ നേരെ വണ്ടി കയറി കൽക്കട്ടയ്ക്ക് പോവുക എന്നുള്ളതായിരുന്നു സ്ഥിരം. ഇന്ന് അവിടെയുള്ള ആളുകളെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. എന്നോട് ഞാൻ കൽക്കട്ടയിലേക്ക് എൻ്റെ ജോലി സംബന്ധമായി പോകുന്നു എന്ന് എൻ്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു മലയാളി ജോലിക്കായിട്ട് കൽക്കട്ടയിൽ പോകുന്നത് അടുത്ത കാലത്ത് ഞങ്ങൾ കേൾക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ജോലി തേടി അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ് കാണുന്നത് എന്നിങ്ങനെ തമാശയ്ക്ക് പറയുകയുണ്ടായി. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് അവിടെയുള്ള ആളുകൾ അവരുടെ അന്നം തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ റിസോഴ്സസിൻ്റെ ചോർച്ചയാണ്. അത് അടയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. ജനങ്ങളത് സ്വീകരിച്ചു, ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിൽ ഏറ്റവും നിർണായകമായത്, ആ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായത് ഏതാണ്ട് 5600 കിലോമീറ്റർ ഒരു പരിവർത്തന യാത്ര നടത്തി സുവേന്ദുവിൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വത്തിന് ഒരു 24 മണിക്കൂർ പോലും വേണ്ടി വന്നിരുന്നില്ല ഒരു മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാനായിട്ട്. ഇലക്ഷൻ റിസൾട്ട് വന്ന് 24 മണിക്കൂറിനുള്ളിൽ അവർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയത് അദ്ദേഹത്തിൻ്റെ അനിഷേധ്യമായ ഒരു നേതൃത്വമായിരുന്നു. അപ്പോൾ അത് വളരെ ഫലപ്രദമാണ്. അദ്ദേഹം അധികാരത്തിൽ കയറിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായിട്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴേ ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോഴേ ഇന്ത്യയെ ഞെട്ടിക്കുന്ന നുഴഞ്ഞുകയറ്റമാണ്. 2 കോടിയിലധികം. കേരളത്തിലെ ജനസംഖ്യ 3 കോടി 30 ലക്ഷമാണല്ലോ. 2 കോടിയിലധികം ആളുകൾ അവിടെ നുഴഞ്ഞു കയറി ബംഗാളിൽ താമസിക്കുന്നു പറഞ്ഞാൽ എത്ര ദുർബലമായാലും സമീപ ബീഹാർ, ആസാം എല്ലാം കൂടി 2 കോടി. അപ്പോൾ അവിടേക്ക് അതിൽ ബഹുഭൂരിപക്ഷം ബംഗാളിലല്ലായിരുന്നു താമസിക്കുന്നത്. ബംഗാളിൽ തന്നെയുണ്ട് 1 കോടിയിലധികം ആളുകളുടെ SIRൽ പുറത്തായല്ലോ. അതെ. അപ്പോൾ അതിനർത്ഥം 94 ലക്ഷം. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥിതി ലോകത്തെവിടെ നിന്നും ഇവിടേക്ക് വരാം, ഇവിടെ എന്തും ചെയ്യാം. ഇവിടെ തന്നെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കേരളത്തിലായിരുന്നല്ലോ അതിൻ്റെ പ്രഭവ കേന്ദ്രം, എതിർപ്പിൻ്റെ പ്രഭവ കേരളമായിരുന്നല്ലോ. ഇവിടെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും പിന്നെ പ്രതിപക്ഷ പാർട്ടികളും പ്രചരിപ്പിച്ചിരുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ വോട്ടവകാശം കിട്ടില്ല, അവർ നേരെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ദേശീയ പൗരത്വ നിയമം എന്ത് വന്നു? SIR വന്നു. ഏത് മുസ്ലിമിനാണ് ഇവിടെ വോട്ടവകാശം നഷ്ടപ്പെട്ടത്? SIR ബംഗാളിൽ വന്നപ്പോഴും കുറച്ച് ഹിന്ദുക്കൾക്കും നഷ്ടപ്പെട്ടു, പിന്നെ മുസ്ലിങ്ങൾക്കും നഷ്ടപ്പെട്ടു. ഹിന്ദുക്കൾക്കാണ് ഏറ്റവും 65% SIRൽ പുറത്തു പോയവരിൽ 65% ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളാണല്ലോ അവിടെ ഇങ്ങോട്ട് കുടിയേറി വന്നു. അപ്പോൾ എന്തായാലും ശരി, സുവേന്ദു അധികാരി കുറഞ്ഞ ഒരു സമയം കൊണ്ട് തൻ്റെ ഇച്ഛാശക്തി തെളിയിച്ചു. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സുവേന്ദു അധികാരി ബംഗാളിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതിൽ ആദ്യത്തേത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പരിവർത്തന യാത്രയിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തി അടച്ച് നുഴഞ്ഞുകയറ്റം തടയുക എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, രാജ്യത്തിൻ്റെ സുരക്ഷ. പിന്നെ അവിടുത്തെ ബംഗാളിൽ കഴിഞ്ഞ ഒരു 15 വർഷം നടന്ന അക്രമ സംഭവങ്ങളിലെ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഈ നുഴഞ്ഞു കയറി വന്ന ആളുകളായിരുന്നു. അപ്പം വളരെ വയലൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അഗ്രസീവായിട്ടുള്ള ആളുകളാണ്. അവർക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമോ കടപ്പാടോ ബാധ്യതകളോ ഒന്നുമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ അക്രമത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നൊരു സാഹചര്യമായിരുന്നു മമതയും മമതയുടെ പാർട്ടികളും ഗുണ്ടകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ നുഴഞ്ഞു കയറി വന്നവരാണ്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പേരിൽ കേസ് വന്നാൽ അവർ ബംഗ്ലാദേശികളാണ്, അവർക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിലോട്ട് പോകാം, നമുക്കിവിടെ യാതൊരു ബാധ്യതയും ഇല്ല. പിന്നെ അവരെന്തും ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചത് അതിപ്പോൾ നമ്മുടെ അവിടുത്തെ ക്രമസമാധാന പാലത്തെയും അതുപോലെ രാജ്യസുരക്ഷയും ബാധിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തേത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവിടുത്തെ റിസോഴ്സസ് മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറി. അവിടുത്തെ ആളുകൾക്ക് അവകാശപ്പെട്ട ആഹാരം, റേഷൻ സാധനങ്ങൾ, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ, സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ മുഴുവൻ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് 5600 കോടിയാണ് ന്യൂനപക്ഷ ബഡ്ജറ്റായിട്ട് അവിടെ മാറ്റിവെച്ചിരുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിഭവമാണ് ഇതിൻ്റെ ചോർച്ച. രണ്ടാമത്തേത് ഈ ഗുണ്ടാരാജ്. അവിടെ സിൻഡിക്കേറ്റുകൾ, അവിടെ ഗുണ്ടകളാണ് ഭരിച്ചിരുന്നത്. സർക്കാരിന് യാതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ സംവിധാനങ്ങൾക്കോ യാതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. പാർട്ടികൾ നിയന്ത്രിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് സംവിധാനമാണ്. അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളതായിരുന്നു.
മൂന്നാമത്തേത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ, കേന്ദ്രത്തിൻ്റെ 18 പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന 18 പദ്ധതികൾ സംസ്ഥാനം നടപ്പാക്കാതിരുന്നു. രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം. ഒരു പക്ഷേ BJPക്ക് അവിടെ ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം അത് തടഞ്ഞു വച്ചിരുന്നു. അതിനെല്ലാം പുനഃസ്ഥാപിക്കുക, അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക, എല്ലാ പ്രഖ്യാപനങ്ങളിലേക്കും അത് വന്നു കഴിഞ്ഞു. മറ്റൊന്ന് സ്ത്രീ സുരക്ഷ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ. സ്ത്രീകളുടെ വോട്ട് മമതയെ നിലനിർത്തിയതും വളർത്തിയതും എല്ലാം ഈ സ്ത്രീകളുടെ വോട്ടായിരുന്നു. അത് പക്ഷേ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. സ്ത്രീകളുടെ ഒരു സുരക്ഷ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ നുഴഞ്ഞുകയറ്റ കയറി വന്ന ആളുകളെല്ലാം നമ്മളിപ്പോൾ ദിവസവും ബംഗാളിൽ നിന്നുള്ള ദേശീയ ചാനലുകളിലും ബംഗാളിലെ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ കുടുംബസമേതം 100 കണക്കിന് ആളുകളാണ് ഈ ബോർഡർ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമതയും മറ്റ് കക്ഷികളുമൊക്കെ തന്നെ അവിടെ വാദിച്ചിരുന്നത് ഇവിടെ ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് വെറുതെ ഒരു പിന്നെ BJPയുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതല്ല എന്നുള്ളത് ഇപ്പം ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ സ്വയം പോകാൻ തുടങ്ങി. ഇനി പൗരത്വ നിയമം കൂടി ഇതിൻ്റെ പിന്നാലെ വരും എന്നൊരു ഭയം കൂടി ഉണ്ടായി. അപ്പോൾ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവർക്ക് മിനിമം 5 വർഷം ജാമ്യമില്ലാത്ത തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ചുമത്തുന്ന നിയമം കേന്ദ്രത്തിൽ നിയമ ഭേദഗതിയിൽ കൂടി വന്നു. ആ ഭയം കൂടിയായപ്പോൾ അവർ സ്വമേധയാ വിടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. സ്വമേധയാ പോകാത്തവരെ പിടികൂടി ഹോൾഡിംഗ് സെൻറ്റേഴ്സ് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും അതിർത്തികളിലെല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ്. ബംഗാളിന് 3 അതിർത്തിയാണുള്ളത്. നേപ്പാൾ അതിർത്തിയുണ്ട്, ഭൂട്ടാൻ അതിർത്തിയുണ്ട്, ബംഗ്ലാദേശ് അതിർത്തിയുണ്ട്. ഈ അതിർത്തികളെല്ലാം വേലി കെട്ടുന്നതിന് വേണ്ടി ഇന്നലെ വന്ന ഓർഡറാണ്. 600 ഹെക്ടർ സ്ഥലം ഇപ്പം അനുവദിച്ചുകൊണ്ട് ഓർഡർ ഇട്ടു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ വേലി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോഴും വേലി കെട്ടുന്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ, അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും അതിനെ തടസ്സപ്പെടുത്താനും അവർ വേലി കെട്ടുന്ന ആളുകളെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തി. അവിടെയൊക്കെ നമ്മുടെ കേന്ദ്രസേനയെ ഇറക്കി വളരെ ശക്തമായൊരു പ്രതിരോധം സൃഷ്ടിച്ചിട്ട് വേലി കെട്ടുകയാണ്. അപ്പോൾ വേലി കെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്നവർ ക്രിമിനൽ കേസുകളിൽ പെടും എന്നുള്ളതുകൊണ്ട് ആ വേലി കെട്ടുന്നതിനിടയിൽ തന്നെ ആളുകൾ പോകുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവിടുന്ന് വരുന്ന പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, നമുക്ക് ബംഗാളിലെ സുവേന്ദു അധികാരി ഇച്ഛാശക്തിയോടുകൂടി ഒരു നല്ല ഭരണം, അതായത് മമതയുടെ ഈ പറഞ്ഞ പോലെ ബംഗാളിനെ പരിപൂർണമായി തകർത്ത് മമതയുടെ ഭരണത്തിൽ നിന്ന് അതിനെ മോചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ജൈത്രയാത്രയ്ക്കുള്ള തുടക്കത്തിലാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ UP, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം UP ആണല്ലോ. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ തരുന്നത് UP ആണ്. UPയിൽ ആദിത്യനാഥും ഇതേ നിലപാടാണ്. ഗുണ്ടകളുടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത. ഈ അടുത്ത ദിവസം നമ്മുടെ ഈ ചാനലുകളിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റ് രാജികൾ കൈയടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ആളുകളെ പിടികൂടി അവരെ റോഡിൽ കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയി പിന്നെ ജയിലിലേക്ക്, സ്റ്റേഷനിലേക്ക്, നിയമത്തിൻ്റെ അത് ബംഗാളിലല്ലേ? ബംഗാളിൽ അല്ല, ഞാൻ പറഞ്ഞ UPയുടെ കാര്യമാണ്. UPയിൽ ഞാനതാ പറഞ്ഞ ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രി ബംഗാളിൽ തുടങ്ങിക്കഴിഞ്ഞു. UPയിൽ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഗുണ്ടരാജിൻ്റെ അധപ്പതനം. അവിടെ വന്ന് ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലുകയാണ് ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. എനിക്കത് വളരെ സ്വാഗതാർഹമായി തോന്നുന്നു. കോടതിയിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം കിട്ടും, ഇറങ്ങി വന്ന് അടുത്ത ബലാത്സംഗവും കൊലപാതകവും നടത്താൻ സൗകര്യം കൊടുക്കാതെ ഷൂട്ട് ആൻഡ് സൈറ്റ് നല്ല കാര്യം തന്നെയാണ്. അതേ നടക്കുകയുള്ളൂ UPയിൽ. അതവിടെ ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മധ്യപ്രദേശിലും BJPയുടെ ഭരണം ശക്തമായി തന്നെ തുടരുന്നു. അങ്ങനെയാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റുന്നത്. കേരളത്തിൽ ബംഗാളിലെ സ്ഥിതിയിലേക്കാണ് കേരളവും പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടുന്ന് വന്ന ബംഗാളികളെ ഏറ്റവും കൂടുതൽ കുടിയേറിയിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. പെരുമ്പാവൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയോ മുനിസിപ്പൽ ചെയർമാനെയോ പോലും അവർ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും ശരി, ഈ SIR വന്നതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തരം ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം തീർച്ചയായിട്ടും ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം ശക്തമായൊരു വിധിയെടുത്ത് ഇടതുപക്ഷത്തിന് എതിരായിട്ടുണ്ടായത്. അപ്പോൾ ബംഗാളിൽ സുവേന്ദു അധികാരി കാണിച്ച ഒരു മാതൃക, അതിന് തീർച്ചയായിട്ടും VD സതീശനും അനുകരിക്കാൻ കഴിയുന്നൊരു മാതൃകയാണ്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന മതേതരത്വം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് ഇച്ഛാശക്തി വേണം.
അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പറയാൻ മാത്രമേ അതിനോടൊപ്പം ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഈ അവിടെ തൃണമൂൽ നേതാക്കൾക്ക് തന്നെ ഈ കാര്യം ബോധ്യമാകുകയും തൃണമൂലിൽ നിന്ന് വൻതോതിൽ ആളുകൾ കൊഴിഞ്ഞു പോവുകയും ഏറ്റവും ടോപ്പ് ലെവൽ ഇന്നലെ ഒരു തൃണമൂലിൻ്റെ MP പാർലമെൻറ്റ് അംഗം പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും അവർ തുറന്നു പറയുകയും ചെയ്തു. അവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല പോകുന്നത്. അവരുടെ IPAC എന്ന് പറഞ്ഞ ഏജൻസിയാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ അതിനകത്തൊന്നും ഇൻവോൾവ് ആകുന്നില്ല എന്നവർ തുറന്നു പറഞ്ഞു. 2 പാർട്ടി വക്താക്കൾ അവർ രാജിവെക്കുകയും അവർക്ക് പാർട്ടിക്കെതിരായിട്ട് വരികയും ചെയ്തു. റിജു ദത്തയും പിന്നെ ഇന്നലെ ശന്തനു സെൻ 2 പേര് പരസ്യമായിട്ട് ചാനലുകൾ, ദേശീയ ചാനലുകളിൽ ഇന്നലെ വന്ന് തൃണമൂലിനെ തള്ളിപ്പറയുകയും തൃണമൂലിൽ നിന്ന് വിടുകയാണ് എന്നവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ശരി, ഏകാധിപതികളുടെ കാലം ഏറ്റവും താഴെത്തട്ടിൽ കൗൺസിലർമാർ മുതൽ രാജിവെച്ച് തുടങ്ങി പാർട്ടി ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏകാധിപതികളുടെ ഒരു കാലം ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിനെ ചേർത്ത് പിടിക്കുന്ന ഭരണാധികാരികൾക്ക് രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ഭരിക്കാൻ കഴിയുന്ന തെളിയാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ബംഗാൾ. അപ്പോൾ എന്തായാലും ശരി, സുവേന്ദു അധികാരിയെപ്പോലെ ഇച്ഛാശക്തിയും കാര്യപ്രാപ്തിയുമുള്ള മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു. പുതിയതായി വന്ന മുഖ്യമന്ത്രിക്കും ഇവരെ ആരെയെങ്കിലുമൊക്കെ മാതൃക ആയി കാണാവുന്നതാണ്. കേരളത്തിലെ ക്രമസമാധാന നില ഉറപ്പുവരുത്താനും ഈ ഗുണ്ടകളിൽ നിന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മോചനം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബംഗാളിൽ നല്ല ഒരു തുടക്കം വന്നു. കേരളത്തിന് അതിലൊരു തുടർച്ചയുണ്ടാകട്ടെ എന്നും പറയുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.